നമസ്കാരം. ഒരു വീട്ടിൽ പല വിധത്തിലുള്ള ശുഭ സൂചനകളും ലഭിക്കുന്നതാണ്. കാരണം ആ വീടുകളിലേക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ കടന്ന് വരുന്നതിന് മുൻപ് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ പ്രധാനമായും പ്രകൃതി ഈശ്വരനായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും എന്നുള്ളതാണ്. ആ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളിൽ ചിലതാണ് ചില പുഷ്പങ്ങൾ വീടുകളിൽ വിരിയുക എന്നത്. പല വീടുകളിലും ഇപ്രകാരം സംഭവിക്കണം എന്നില്ല. എന്നാൽ ചില വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതലായി സംഭവിക്കുന്നതാണ്. ഇത്തരത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ആ വീടുകളിലേക്ക് ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ സൂചനയായി പരാമർശിക്കാം. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തേതായ ചെടി മഞ്ഞളാണ്. മഞ്ഞൾ വിരിയുകയാണ് എങ്കിൽ അഥവാ മഞ്ഞളിന്റെ പുഷ്പം വിരിയുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. ആ വീടുകളിലേക്ക് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്നാണ് പറയുക. പ്രധാനമായും ആ വീടുകളിലേക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള ചില സാധ്യതകൾ വന്നു ചേരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നർത്ഥമാക്കാം. പല വഴികളിലൂടെയും സന്തോഷകരമായ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ വീടിന്റെ കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്രകാരം വിരിയുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് വന്നു ചേരുന്ന സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം കടാക്ഷം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്നും അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പ്രകടമായി തുടങ്ങും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഈ ഒരു ലക്ഷണം കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊന്ന് മുല്ലയാണ്. മുല്ലയ്ക്ക് വളരെയധികം പ്രാധാന്യങ്ങളുണ്ട്. കാരണം ഒരു വീട്ടിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഐക്യം എന്ന് പറയുന്നത്. ഐക്യം ജീവിതത്തിൽ വന്നു ചേരണം എങ്കിൽ തീർച്ചയായും ആ കുടുംബാംഗങ്ങൾക്കിടയിൽ ബന്ധം കൂടുതൽ ഊഷ്മളമായി തീരണം. അത്തരത്തിൽ ഊഷ്മളമായ ബന്ധം നിലനിർത്തുവാനും ഐക്യം വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതായ സാഹചര്യമാണ് മുല്ല വീടുകളിലേക്ക് കൊണ്ടുവരിക. ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള പുഷ്പമാണ്. വീടിനുള്ളിൽ വളർത്തുവാൻ സാധിക്കുന്ന പുഷ്പം എന്ന പ്രത്യേകതയും മുല്ലയ്ക്കുണ്ട്. മുല്ല ധാരാളമായി വിടരുകയാണ് എങ്കിൽ അത് ഐശ്വര്യത്തെ, സന്തോഷകരമായ നിമിഷത്തെ, സൗഖ്യത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. അതിനാൽ പടിഞ്ഞാറ് ഭാഗത്ത് മുല്ല ധാരാളമായി പൂക്കുകയോ അല്ലെങ്കിൽ പൂക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ ഭവനവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. തുളസിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാവുന്നതാണ്. തുളസി വീടുകളിലുണ്ട് എങ്കിൽ അത് സർവ ഐശ്വര്യം തന്നെ പ്രദാനം ചെയ്യും എന്നാണ് പറയുക. അത്രമേൽ അനുകൂലമായ ഒരു സസ്യമാണ്. വീടുകളിൽ പിടിച്ചു വരുന്നത് പോലും ലക്ഷ്മി നാരായണ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. തുളസി പൂക്കുകയാണ് എങ്കിൽ സർവ ഐശ്വര്യമാണ് ഫലം. അത് ധനപരമായ നേട്ടങ്ങളാകാം, അല്ലെങ്കിൽ മറ്റ് സൗഭാഗ്യങ്ങളോ ജീവിതത്തിൽ വീണ്ടും ലഭിക്കുന്നതായ അവസരങ്ങളോ ആകാം. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. സർവ ഐശ്വര്യം തന്നെയാണ് ഫലം. മറ്റൊന്ന് മുക്കുറ്റിയാണ്. പല വീടുകളിലും ധാരാളമായി മുക്കുറ്റി പിടിച്ചു വരാറുണ്ട്. മുക്കുറ്റി പൂക്കുകയാണ് എങ്കിൽ അഥവാ പുഷ്പം വിടരുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. പ്രധാനമായും ചില കാര്യങ്ങളിൽ ഭാഗ്യം അനുകൂലമാവുക, സന്തോഷകരമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ശുഭകരമായ ഒരു സൂചനയാണ്. മറ്റൊന്ന് നിലപ്പനയാണ്.
നിലപ്പനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പല വീടുകളിലും കാണുവാൻ സാധിക്കുന്ന സസ്യം എന്ന പ്രത്യേകതയുണ്ട്. ദശപുഷ്പത്തിൽ ഒന്നാണ് എന്നത് നിലപ്പനയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ വീടുകളിൽ നിലപ്പനയുണ്ട് എങ്കിൽ അഥവാ നിലപ്പനയുടെ പുഷ്പം വിടരുന്നു എങ്കിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴായി കടന്ന് വന്നിരിക്കുന്നതായ ആ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് മോചനം ലഭിക്കും എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അനുകൂലമായ ഫലങ്ങൾ, സന്താനഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. പൊതുവിൽ ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. ചെത്തി. പലരുടെയും വീടുകളിൽ ചെത്തി ഉണ്ടാകുന്നതാണ്. എന്നാൽ ചെത്തി ധാരാളമായി പൂക്കുകയാണ് എങ്കിൽ, പതിവിലും വിപരീതമായി ധാരാളമായി പൂക്കുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്ന സമയമായിരിക്കുന്നു എന്നർത്ഥമാക്കാം. പലവിധ ശത്രുദോഷങ്ങൾ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട പലവിധ വിഷമകരമായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള പല സാഹചര്യങ്ങളെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നതായ സമയമായി തീരും. അല്ലെങ്കിൽ അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നർത്ഥമാക്കാം. ശത്രുക്കളെ നിങ്ങൾക്ക് ഫലപ്രദമായി തടയുവാൻ സാധിക്കും. തടസ്സങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും വിചാരിക്കും, മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കും. എന്നാൽ പലപ്പോഴും തടസ്സങ്ങളാൽ ആ കാര്യങ്ങൾ താൽക്കാലികമായി മാറ്റി നിർത്തുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതായ സാഹചര്യം. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും മോചനം തേടിയെത്തും എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. ചെമ്പരത്തി. ചെമ്പരത്തി നിങ്ങളുടെ വീടുകളിൽ വിരിയുന്നു എങ്കിൽ, ധാരാളമായി പിടിച്ചു വരുന്നു എങ്കിൽ, അത് ദേവിയുടെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ദേവി കടാക്ഷമുള്ള വീടുകളിൽ തീർച്ചയായും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ധാരാളമായി വിടരുന്നതിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന സൂചന തന്നെയാണ്. ചില കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ, വീണ്ടും അവസരങ്ങൾ ലഭിക്കുക, അത് ഉയർച്ചയ്ക്കുള്ള അവസരങ്ങളായി മാറും. കൂടാതെ ശത്രുനാശം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ നിങ്ങളിൽ നിന്നും ദേവി അകറ്റുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ധാരാളമായി ചെമ്പരത്തി വിരിയുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. മറ്റൊന്ന് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ നിങ്ങളുടെ വീടുകളിൽ വിരിയുന്നു എങ്കിൽ, പുഷ്പങ്ങൾ വിരിയുന്നു എങ്കിൽ, അത് ഏറ്റവും വിശേഷപ്പെട്ടതും ജീവിതത്തിലേക്ക് സൗഭാഗ്യവർഷം തന്നെ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി പരാമർശിക്കാം. പലപ്പോഴും പ്രതീക്ഷിക്കാത്തതായ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഇരട്ടി നേട്ടങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, ഉത്തരം ലഭിക്കുക, ആശയക്കുഴപ്പങ്ങൾ അകലുക, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, ഇത്തരത്തിൽ പല കാര്യങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാം. അത്തരം കാര്യങ്ങൾ വന്ന് ചേരുന്നതിന് മുൻപ് ആ കുടുംബത്തിൽ ഇത്തരത്തിൽ കറ്റാർവാഴ വിരിയുന്നതാണ്. ഞാൻ ഈ പരാമർശിച്ച സസ്യങ്ങളിൽ ഏതെങ്കിലും ഒരു സസ്യമെങ്കിലും വീടുകളിൽ വിരിയുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു.